ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ കാണാതെ ജർമ്മനി പുറത്ത്. നോക്കൌട്ടിൽ മുൻ ലോക ചാമ്പ്യന്മാരെ അട്ടിമറിച്ച പരഗ്വായ് പ്രീ ക്വാർട്ടറിൽ. പരഗ്വായുടെ ജയം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് കിലാഫ് അഹമ്മദ് ചേരുന്നു. കിലാഫ്, ലോകകപ്പ് നേടാൻ ഏറെ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു ടീമായിരുന്നു ജർമ്മനി. പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട ഒരു പോരാട്ടമായിരുന്നു. ഇപ്പോൾ ജർമ്മനിയുടെ പ്രീ ക്വാർട്ടർ മോഹങ്ങൾ പരഗ്വായ് തല്ലിക്കെടുത്തിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും അഖില, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടാൻ സാധ്യത കൽപ്പിച്ച ഒരു ടീമായിരുന്നു ജർമ്മനി. മുൻ ലോക ചാമ്പ്യന്മാരും കൂടിയാണ്. 2014 ശേഷം പിന്നീട് ഒരിക്കൽ പോലും നോക്കൌട്ടിൽ വിജയിക്കാനാകാതെയാണ് വീണ്ടും ജർമ്മനി ഇന്ന് പടിയിറങ്ങിയിരിക്കുന്നത്. അതും പരഗ്വേയുടെ. നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെ പരഗ്വേ ഇത് 5ാം തവണയാണ് ഈ പ്രീ ക്വാർട്ടറിലേക്ക് എത്തുന്നത്. നേരത്തെ റൗണ്ട് ഓഫ് 16 വരെ എത്തിയിട്ടുണ്ടെങ്കിലും വമ്പന്മാരെ അട്ടിമറിച്ച ചരിത്രമൊന്നും പരഗ്വേക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ജർമ്മനിയെ 1-1 എന്ന സമനിലയിൽ തളച്ചുകൊണ്ട് പിന്നീട് അധിക സമയത്തും ആ ഒരു സമനില പിടിച്ചു നിൽക്കാൻ പരഗ്വേക്കായി. പിന്നീട് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഒരു മികച്ച പ്രകടനമാണ് ഒർലാൻഡോ ഗില്ലിൻ്റെ, അതായത് പരഗ്വേയുടെ ഗോൾ കീപ്പറുടെ ഭാഗത്തു നിന്നുണ്ടായത്. 4-3 എന്ന പെനാൽറ്റി സ്കോറിലൂടെയാണ് പരഗ്വേ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ജർമ്മനിയുടെ 3 താരങ്ങൾക്കാണ് വല കുലുക്കാനാവാത്തത്. അതിൽ കായ് ഹാവേർട്സും അതേപോലെ തന്നെ വോൾട്ട് മേഡിൻ്റെയും നിർണായക കിക്കുകൾ പാഴായതോടെയാണ് പിന്നീട് സഡൻ ഡെത്തിലേക്ക് എത്തിയത്. സഡൻ ഡെത്തിൽ ജൊനാഥൻ തായിനെയും വല കുലുക്കാനായില്ല. പിന്നീടാണ് ആ ഒരു മത്സരത്തിൽ ഒരു നിർണായക ഗോൾ നേടി കനാലെ പരഗ്വേയുടെ 5ാമത്തെ നോക്കൌട്ട് പ്രവേശനം ഉറപ്പാക്കിയത്. എന്തായാലും വലിയൊരു നിരാശയോടെ തന്നെയാണ് ജർമ്മനി ആരാധകർ ഇപ്പോൾ ഉള്ളത്. ഖിലാഫ്, മൊറോക്കോ നെതർലൻഡ്സ് മത്സരം കൂടി അല്പസമയത്തിനകം നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാമോ? തീർച്ചയായും അഖില, നമുക്കറിയാവുന്നതുപോലെ തന്നെ അതായത് നോക്കൌട്ടിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന മൊറോക്കോ നെതർലാൻഡ്സ് മത്സരം അല്പസമയത്തിനകം, അതായത് 6:30-ക്കാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ടീമിന്റെ ലൈനപ്പുകൾ വന്നിട്ടുണ്ട്. അത് നെതർലാൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ഇറങ്ങിയ മത്സരത്തിൽ നിന്ന് 2 മാറ്റങ്ങളുമായാണ് ഇന്ന് നെതർലാൻഡ്സ് ഡച്ച് പട കളത്തിലെത്തുന്നതെങ്കിൽ മൊറോക്കോയാകട്ടെ 4 മാറ്റങ്ങളോടെയാണ് ഇന്ന് പ്രീ ക്വാർട്ടർ മോഹങ്ങളുമായി കളത്തിൽ എത്തുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ തവണ, അതായത് 2022 ലോകകപ്പിൽ ഒരു വമ്പൻ വിജയങ്ങളുമായി സെമി വരെ എത്തിയ ടീമാണ് മൊറോക്കോ. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയുമായാണ് മൊറോക്കോ ഇന്ന് കളത്തിലേക്ക് എത്തുന്നത്. നെതർലാൻഡ്സ് ആകട്ടെ ഈ ഒരു സീസണിൽ, അതായത് ഈ ഒരു ലോകകപ്പിൽ തോൽവി അറിയാതെ മുന്നേറുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശത്തിന്റെ പുറത്ത് തന്നെയാണ് ഫുട്ബോൾ പ്രേമികൾ. ശരി, ഖിലാഫ് അഹമ്മദാണ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.